ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഓയിൽ മസാജിനെ കുറിച്ച്. ഫേസിൽ ഓയിൽ മസാജ് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിറയെ പേരുടെയും വിഷമാണ് ഫേസ് കുറെയൊക്കെ ഓക്കെയാണ്, പക്ഷെ കഴുത്ത് ഭയങ്കരമായിട്ട് ചുളുങ്ങുന്നു, ചുളിവുകൾ വീഴുന്നു എന്നൊക്കെ ഉള്ളത്. ഫേസിന്റെ ഇവിടെയൊക്കെയാണ് നമുക്ക് ഫൈൻ ലൈൻസ് ഒക്കെ വീഴുക, ഇവിടെ വീഴും, പിന്നെ കഴുത്ത് ഫുള്ളായിട്ട് ഫൈൻ ലൈൻസ് വീഴും. ഇതിന് ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ഓയിൽ മസാജിങ്. ആ ഓയിൽ നമ്മളുടെ ഫേസ് ബ്രൈറ്റൻ ചെയ്യുകയും കൂടെ ചെയ്താലോ, റേഡിയൻറ്റ് ഗ്ലോ തരികയും കൂടെ ചെയ്താലോ, അങ്ങനെ ഒരു ഓയിലാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഓയിൽ വെച്ചിട്ട് എങ്ങനെയാണ് മസാജ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓയിൽ മസാജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒരു ആഴ്ചയിൽ 2-3 ദിവസം ഓയിൽ മസാജ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓയിൽ ഉണ്ടാക്കാൻ സമയമില്ല, അല്ലെങ്കിൽ ഓയിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഓയിൽ ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ വേറൊരു ഓയിൽ ഉപയോഗിച്ചിരുന്നു. ആ ഓയിലാണ് ബയോക്യൂളിൻ്റെ റിന്യൂ ആൻറ്റി ഏജിങ് ഫേസ് ഓയിൽ. ഇത് സ്പെഷ്യലായിട്ടും ഫൈൻ ലൈൻസിനും റിങ്കിൾസിനെയും പോകാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് പോമോഗ്രാനറ്റ്, ആപ്രിക്കോട്ട്, സ്ക്വാലൻസ് ആണ്. വേറെ കുറേ അധികം കീ ഇൻഗ്രീഡിയൻസ് കൂടി അടങ്ങിയ നറിഷ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു ഫേസ് ഓയിലാണ്, ആൻറ്റി ഏജിങ് ഫേസ് ഓയിലാണ് ബയോക്യൂൾ റിന്യൂ ആൻറ്റി ഏജിങ് ഫേസ് ഓയിൽ. ഇത് ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് 2-3 ഡ്രോപ്പ് എടുത്തിട്ട് നമ്മുടെ നെറ്റിയിലും കവിളിലും നോസിലും മൂക്കിലുമൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ജെന്റിലി മസാജ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തുക. നമ്മളുടെ ഫേസിൽ എന്ത് തന്നെ അപ്ലൈ ചെയ്താലും സർക്കുലർ മോഷനിൽ വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട്. ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർവ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അബ്സോർവ് ആയി നല്ലൊരു ഗ്ലാസ് ഷൈനിങ് നമ്മുടെ സ്കിന്നിന് തരുന്നത് കാണാൻ പറ്റും. ഇത് സ്പെഷ്യലായിട്ടും നമ്മുടെ ഫൈൻ ലൈൻസിനെ റെഡ്യൂസ് ചെയ്യാനും റിങ്കിൾസിനെ മാറ്റാനും നമ്മുടെ സ്കിന്നിനെ പ്ലംപിയാക്കി വയ്ക്കാനും സാഗ് ആകാതെ ലിഫ്റ്റ് ചെയ്ത് വെച്ച് ഒരു ഫേം സ്കിന്ന് തരാനായിട്ട് സ്പെഷ്യലായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ടാഗ് ചെയ്തും വിട്ടേക്കാം, ചെക്ക് ചെയ്തോളൂ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുങ്കുമാതി തൈലമാണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് 1 ഗ്രാം സാഫ്രോൺ ആണ്. 20 റുപ്പീസിന്റെ സാഫ്രോൺ വാങ്ങിക്കാൻ കിട്ടും ആശീർവാദിന്റെ, അത് ചെക്ക് ചെയ്തോളൂ. അത് സാഫ്രോൺ ഞാൻ പാലില് ഒരു 20-25 മിനിറ്റ്, ചൂടുപാലില് 20-25 മിനിറ്റ് കുതിർത്തു വെക്കണം. അതിലേക്ക് നമുക്ക് പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ട 1 ടേബിൾ സ്പൂൺ മഞ്ചിഷ്ട ആണ്. അടുത്തത് നമുക്ക് വേണ്ട 1 ടേബിൾ സ്പൂൺ ചന്ദനമാണ്, ചന്ദന പൗഡർ. പിന്നെ നമുക്ക് വേണ്ട വെട്രിവേരാണ്. ഇത് വെട്രിവേരാണ്, ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. വെട്രിവേരും 1 ഗ്രാം തന്നെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഈ പൗഡർ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിന്റെ ലിസ്റ്റും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ബോട്ടിലോട്ട് വെട്രിവേർ ആദ്യം ഇടാം. നന്നായിട്ട് ക്ലീൻ ചെയ്ത ബോട്ടിലായിരിക്കണം. അതിലേക്ക് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മഞ്ചിഷ്ടയുടെ പൗഡറും ചന്ദനത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്നിച്ച് ഒരു ബോട്ടിലാക്കാം. ബോട്ടിൽ നന്നായിട്ടൊന്ന് കുത്തി നോക്കുക, എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി ഉറച്ചിരിപ്പുണ്ടെന്ന്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, എള്ളെണ്ണ നല്ലെണ്ണ എന്നൊക്കെ പറയും. നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മൂടിയെടുക്കുക. നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡില് ഇതിനെ ഒരു 30 മിനിറ്റ്സ് ബോയിൽ ചെയ്യാൻ പോവുകയാണ്. ഞാനൊരു സേഫ്റ്റി പർപ്പസിന് എപ്പോഴും പറയുന്ന പോലെ റൈസ് കുക്കറിലാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ തീ വന്ന് ഒന്നും ആകത്തില്ല. അതുകൊണ്ട് റൈസ് കുക്കറിൽ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. നമുക്ക് അത് അതിനകത്തുനിന്ന് എടുത്തു മാറ്റാൻ. നന്നായിട്ട് 30 മിനിറ്റ്സ് ബോയിൽ ആയിട്ടുണ്ട്. ചെറിയ ചൂടുള്ള സമയത്ത് തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല സ്മെല്ലുണ്ട്. നമുക്കിതിനെ ഒരു തുണിയിൽ അരിച്ച് അതിന്റെ ജ്യൂസ് മാത്രമായിട്ട്, എണ്ണ മാത്രമായിട്ട് എടുക്കാം. ചെറിയ ചൂടുണ്ട്, കെയർഫുൾ ആയിട്ട് പ്രസ് ചെയ്തെടുക്കുക. നല്ല
തെളിഞ്ഞു വരും. ഈ എണ്ണ കുറച്ച് കഴിയുമ്പോൾ നല്ല റെഡ് കളർ ഓയിൽ നമുക്ക് കിട്ടും. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന 1 ഗ്രാം കുങ്കുമപ്പൂവും ചൂട് പാലിലാണ് നമ്മൾ കുതിർത്ത് വെച്ചത്. ഈ ഓയിലും ഈ കുങ്കുമപ്പൂവിന്റെ മിക്സും കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി അരച്ചെടുക്കുന്ന പോലെ എടുക്കണം. അപ്പോഴാണ് അതിന്റെ കുങ്കുമപ്പൂവിന്റെ എസൻസ് ഒക്കെ നമുക്ക് ഈ ഓയിലിലേക്ക് കിട്ടുക. വേസ്റ്റ് ആക്കണം, നല്ല കോസ്റ്റ്ലി ആണ് ഈ സാധനം. അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ സ്കിന്നിലേക്ക്. ഇതിനെ നമ്മൾ പ്രകാശം കടക്കാത്ത ബ്രൗൺ കളറുള്ള ഒരു ബോട്ടിലില് ഒഴിച്ചു വെക്കാൻ പോവുകയാണ്. നിങ്ങളും അങ്ങനെ തന്നെ ഒഴിച്ചു വെക്കുക. മുഖത്തിന് നല്ല കളറും റിങ്കിൾസ് ഫ്രീയും ഫൈൻ ലൈൻസും ഒന്നുമില്ലാത്ത ഫേസ് തരുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഓയിലാണിത്. ഇതാണ് നമ്മുടെ ഓയിൽ. എങ്ങനെയാണ് ഫേസിൽ ഈ ഓയിൽ മസാജ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു 4-5 ഡ്രോപ്സ് നമ്മുടെ ഫേസിന്റെ ഒരു സൈഡിൽ തേക്കുക. നല്ല റൗണ്ട് ആയിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ മസാജ് ചെയ്യണം. അപ്വേർഡ് ഡയറക്ഷനിൽ മേലോട്ടുള്ള ഡയറക്ഷനിൽ റൗണ്ട് ആയിട്ട് മസാജ് ചെയ്യണം. കവിളിന്റെ 2 സൈഡിലും മസാജ് ചെയ്യുക. ഏകദേശം ഒരു 3 മിനിറ്റ് വെച്ച് 3 മിനിറ്റ് റൈറ്റ് സൈഡിലും 3 മിനിറ്റ് ലെഫ്റ്റ് സൈഡിലും മസാജ് ചെയ്യുക. താടിയും ഒക്കെ മസാജ് ചെയ്യാൻ മറക്കരുത്. ചുണ്ടിന്റെ സൈഡ്, താടി ഒക്കെ മസാജ് ചെയ്യണം. എല്ലാം തന്നെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. അതുപോലെ ചീക്ക് ബോൺസ് ഡിഫൈൻ ചെയ്ത് കിട്ടാനായിട്ട് ഇങ്ങനെ 2 വിരൽ കൊണ്ട് 2 സൈഡിലും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മസാജ് ചെയ്യേണ്ടത് നെറ്റിയാണ്. നെറ്റിയിലാണ് നിറയെ പേർക്കും ഫൈൻ ലൈൻസ് പെട്ടെന്ന് വീഴുന്നത്. സോ നെറ്റി ഇങ്ങനെ 2 സൈഡിലോട്ടും മസാജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും നെറ്റി മേളിലോട്ട് മസാജ് ചെയ്യരുത്, 2 സൈഡിലോട്ടും മസാജ് ചെയ്യുക. പിന്നെ എല്ലാവരുടെയും പ്രശ്നമായ കഴുത്ത് എപ്പോഴും ഇതേപോലെ അപ്വേർഡ് ഡയറക്ഷനിൽ 2 കൈ കൊണ്ട് അധികം പ്രഷർ ഇല്ലാതെ മസാജ് ചെയ്യണം. നമ്മുടെ കഴുത്താണ്, ഒരുപാട് പ്രഷർ ആക്കരുത്. അതുപോലെ തന്നെ മസാജ് ചെയ്യുക. ഇതുപോലെ സെന്ററിൽ താഴോട്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഡബിൾ ചിൻ വരാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആഴ്ചയിൽ 2-3 ദിവസം ഇങ്ങനെ ചെയ്തു നോക്കുക. ഓയിൽ മസാജ് നമ്മുടെ ഫേസിന്റെ ചുളിവുകളെയൊക്കെ മാറ്റാനും ഫേസിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും ഒക്കെ നല്ലതാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഓയിൽ ഉപയോഗിച്ച് നോക്കൂ. ഓയിൽ മസാജ് ഡെയിലി ചെയ്താലും അത്രയ്ക്കും നല്ലതാണ്. കുറച്ച് ഏജ് ഒക്കെ ആകുമ്പോൾ, ഒരു ആഫ്റ്റർ 50 ഒക്കെ ആകുമ്പോൾ നമുക്ക് ഫേസ് ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈ ആവുകയും റിങ്കിൾസ് വീഴുകയും ഒക്കെ ചെയ്യും അല്ലേ. സോ അങ്ങനെ ആ റിങ്കിൾസിനെയൊക്കെ മാറ്റാനും ഫേസിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്നത്. ഓയിൽ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അണ്ടർ ഐയും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നല്ലൊരു അണ്ടർ ഐ ക്രീം, നിറയെ പേരുടെ അടുത്ത് ചോദിച്ചിരുന്നു നല്ലൊരു അണ്ടർ ഐ ക്രീം പറഞ്ഞു തരുമോ എന്ന്. നല്ലൊരു അണ്ടർ ഐ ക്രീം ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബയോക്യൂളിന്റെ തന്നെയാണ് അണ്ടർ ഐ ക്രീം. വളരെ നല്ലതാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ബയോക്യൂൾ ഫോറെവർ യങ് അണ്ടർ ഐ ക്രീം കണ്ണിനടിയിലുള്ള നേർത്ത വരകളും ചുളിവുകളും കുറയ്ക്കുന്നതിനോടൊപ്പം നമ്മുടെ കണ്ണിനടിയിലുള്ള ബ്ലാക്ക് ലൈൻസും അണ്ടർ ഐ ഡാർക്ക്നെസ്സിനെയും ഫൈൻ ലൈൻസും റിങ്കിൾസും കുറയ്ക്കുന്നു. പ്രകൃതിദത്തമായി ഉരുത്തിരിഞ്ഞ സ്റ്റെം സെല്ലുകൾ, പെപ്റ്റൈഡുകൾ, ഫെത്തോൾ, പ്രോ ആന്തോസയാനിഡിൻ, കഫൈൻ, പ്രോബയോട്ടിക്സ് അങ്ങനെ കുറേ വിറ്റമിൻസ് അടങ്ങിയതാണ്. വിറ്റമിൻ സി, വിറ്റമിൻ ഇ, സ്ക്വാലൻസ് എന്നിവ ഉപയോഗിച്ചാണ് ഫോറെവർ യങ് അണ്ടർ ഐ ക്രീം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇവ ഒരുമിച്ച് നേർത്ത വരകൾ, ചുളിവുകൾ, കണ്ണിന് താഴെയുള്ള വീക്കം, ഇരുണ്ട വൃത്തങ്ങൾ അതായത് ഡാർക്ക് സർക്കിൾസ് എന്നിവ കുറയ്ക്കുന്നതിനും നമുക്ക് മിനുസമാർന്നതും ഉറപ്പുള്ളതും യുവത്വമുള്ളതുമായ ചർമ്മം നൽകുന്നതിനും സഹായിക്കുന്നു. ചെറിയ ഒരു പയറിന്റെ വലുപ്പത്തിൽ എടുത്തിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ണിൽ മസാജ് ചെയ്യുന്നത്. കണ്ണ് അമർത്തി മസാജ് ഇതുപോലെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്നിലേക്ക് ഈ ക്രീം അബ്സോർവ് ആവുന്നതാണ്. ഓയിൽ മസാജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിൻ കെയറിൽ. നമ്മൾ പക്കൊക്കെ ഇടുമ്പോൾ നമ്മുടെ സ്കിന്നിന് റിങ്കിൾസ് മാറും, കളർ തരും, എല്ലാം ശരിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ഓയിൽ മസാജും കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് ബോട്ടോക്സ് ചെയ്ത ഒരു എഫക്റ്റ് കിട്ടും. ഞാൻ ഓയിൽ മസാജ് മോസ്റ്റ്ലി 4 days in a week ചെയ്യാറുണ്ട്. ഈ ഒരു ഓയിൽ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഫേസ് ഓയിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് തിരഞ്ഞെടുക്കണം. ഓയിൽ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു കണ്ടന്റുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ടേക്ക് കെയർ.